സ്മൈൽസ് ഓഫ് ടേസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു മെയിൻ വ്യൂ പോയിന്റിലാണ്. കള്ളിമാലി വ്യൂ പോയിന്റ് എന്ന് പറയും. കള്ളിമാലി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്ന പൊന്മുടി ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന കാശ്മീർ ഏരിയയാണ്. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. നല്ല രസമാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് വന്നാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊന്മുടി ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഡാം കെട്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ വെള്ളം കയറി കിടക്കുന്ന നല്ല വിശാലമായ ഏരിയ ആണ്. നല്ല രസമാണ് കാണാൻ. ഇവിടെ വൈകുന്നേരവും അതെ, രാവിലെ അതെ, എപ്പോൾ വന്നാലും നല്ല രസമാണ് ഇവിടെ വന്ന്. ഈ കാണുന്ന മൊത്തം പൊന്മുടി ഡാമിൻ്റെ കാശ്മീർ ഏരിയയാണ്. കയറി കിടക്കുന്നത് വെള്ളം എന്ന് പറയുന്നത്, കാണുന്ന വെള്ളം നമ്മുടെ പൊന്മുടി ഡാമിലെ വെള്ളമാണ് കയറി കിടക്കുന്ന മൊത്തം. ഇത് ഇപ്പോൾ കുറച്ച് താഴ്ന്നു പോയി വേനൽക്കായതുകൊണ്ട്. മഴക്കാലമാണെങ്കിൽ ഇത് ഫുള്ള് നിറഞ്ഞ് ഇങ്ങനെ വെള്ളം കിടക്കും. ആ വെള്ളപ്പാട് പോലെ ഇങ്ങനെ പോയിക്കുന്ന അതിനൊപ്പം മേളി വെള്ളം കയറി കിടക്കും. ഇവിടെ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാകും. ഏത് സിനിമയാണെന്നല്ലേ, നമ്മുടെ ആട് വണ്ണിനകത്ത് ഡൂഡും ഗ്യാങ്ങും കൂടെ വന്ന് നിന്നിട്ട് ആകാശത്തോട്ട് വെടിവെക്കുന്നത് ഇവിടെ ഈ താഴെ നിന്നിട്ട് ഇവിടെ നിന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തെരുവ് കയറി നിന്നിട്ട് കാടായിട്ടേക്കാണ്. ഇവിടെ നിന്നിട്ടാണ് അവർ ഇത് ആകാശത്തേക്ക് വെടിവെക്കുന്നത്. കുറേ താഴത്തോട്ടുണ്ട് കേട്ടോ ഈ കള്ളിമാലി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ. നടക്കാനൊക്കെ ഇഷ്ടംപടി സ്ഥലമുണ്ട്. അങ്ങ് താഴെ വരെ നടക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് താഴത്തോട്ട് പോയിട്ട് വരാം. പിന്നെ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇത് പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ. ഇതിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ കയ്യെ വെക്കും. കൈ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റയടി, എന്നിട്ട് ഇതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ അടിച്ചു വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ദിവസം മഴ പെയ്ത് അതിൻ്റെ അടിയിലുള്ള പൊടി മൊത്തം പോയി. അപ്പോൾ നമുക്ക് താഴത്തോട്ട് പോകും. ഒയ്യോ കുഴി. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇവിടെ ഇരിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ ചായ കുടിക്കണോ സ്നാക്സോ എന്ത് കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ കടയുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴെ ഒരു ഹട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്. അതേപോലെ തന്നെ റിസോർട്ടുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് സ്റ്റേയും ചെയ്യാം. ഇതാണ് ഹട്ടിനകം എന്ന് പറയുന്നത്. വരുന്നവർക്ക് നിൽക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. അതുപോലെ തന്നെ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് ഈ ഹട്ടിനകത്തു നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, നല്ല വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ബോട്ടിങ്ങിൻ്റെ കാര്യം. ഇവിടെ കള്ളിമാലി വ്യൂ പോയിൻ്റെ താഴെ വരെ വന്നിട്ടാണ് അത് തിരിച്ചു പോരുന്നതെന്ന് പറഞ്ഞത്. അത് നമ്മുടെ ഇവിടെ വന്ന് നിന്നാൽ കാണാം. പൊന്മുടി ഡാമിൽ നിന്ന് വന്ന് ആ ഗ്യാപ്പിൽ വന്ന് ഇവിടുന്ന് തിരിച്ച് നമ്മുടെ പൊന്മുടി കെട്ടിൻ്റെ അവിടെ വരെ ആണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കള്ളിമാലി വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള വ്യൂ ആണ്. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാശ്മീർ ഏരിയയുടെയും ഡാമിൻ്റെയൊക്കെ കുറച്ചുകൂടെ അടുത്തായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും നമുക്ക്. ആ വെള്ളം അങ്ങനെ കയറി അങ്ങേ അറ്റത്തോട്ട് പോയേക്കുന്നതാണ്. അതിൻ്റെ അങ്ങേ അറ്റത്താട്ടോ നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ കെട്ട് നിൽക്കുന്നത്. ഈ വെള്ളം അങ്ങ് പോയേക്കുന്നുണ്ടോ അത്. പിന്നെ ആ തുരുത്ത് പോലെ കാണുന്നതാണ് പള്ളിക്കുന്നെന്ന് പറയും. പണ്ടവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിന് പള്ളിക്കുന്നെന്ന് പേര് വന്നത്. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് കാണുന്ന ഫുള്ളിങ്ങനെ വെള്ളം കയറി കിടക്കും. എന്നിട്ട് അതൊരു തുരുത്തായിട്ട് ഇങ്ങനെ നിൽക്കും. അന്നേരം കാണാൻ നല്ല രസമാണ് കാണാൻ, ഫുള്ള് വെള്ളം കയറി കിടന്നു കഴിഞ്ഞാൽ. പിന്നെ അവിടെ കുറേ ചേട്ടന്മാരുണ്ട്. വീഡിയോ കാണാമെന്ന് എനിക്കറിയത്തില്ല. ഇതുകൂട്ട് മീൻ പിടിക്കാൻ വന്നേക്കുന്നവരാണെന്ന് തോന്നുന്നു. കുറേ ചേട്ടന്മാർ അതിൽ നടക്കുന്നുണ്ട്. ഇപ്പുറത്തോട്ട് നീളത്തിൽ പോയേക്കുന്നത് നമ്മുടെ ടണലിൽ നിന്ന് വെള്ളം വരുന്ന വഴിയാട്ടോ. ഈ നമ്മുടെ റൈറ്റ് സൈഡിൽ അങ്ങ് നീളത്തിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ കള്ളിമാലി വ്യൂ പോയിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്, ഏറ്റവും താഴത്തെ ഭാഗം. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്തായിട്ട് ആ തുരുത്തും ആ മലയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇവിടെ വന്നിരുന്നാൽ കുറച്ചുകൂടെ അടുത്തായിട്ട് കാണാൻ പറ്റും. ഇതാണ് കള്ളിമാലി വ്യൂ പോയിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്ന സ്ഥലം. എടാ, നിനക്ക് പഞ്ചസാരയാണോ? ഒരു വിത്തൗട്ട് കട്ടൻ ചായയും ഒരു സ്ട്രോങ് മധുരം കൂട്ടി ഒരു ചായ.
സ്ട്രോങ് ചായ ഒരെണ്ണം, പഞ്ചസാര ഇട്ട്. ഇവിടെ എപ്പോൾ വേണേലും വരാം കേട്ടോ. എപ്പോൾ വന്നാലും നല്ല വ്യൂവും കാര്യങ്ങളും നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ പറ്റും. കള്ളിമാലി വ്യൂ പോയിന്റിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജക്കാട് നിന്ന് പൊന്മുടി പോകുന്ന വഴിക്ക് 2 കിലോമീറ്റർ വന്നു കഴിയുമ്പം അമ്പലക്കവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 3 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കള്ളിമാലി വ്യൂ പോയിന്റിൽ വരാൻ പറ്റും. പിന്നെ ഈ കള്ളിമാലി വ്യൂ പോയിന്റിലായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സ്വന്തം വണ്ടി കൊണ്ട് വരാം. വഴിയൊക്കെ നല്ല എളുപ്പമാണ്, നല്ല വഴിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വരാനായിട്ട് KSRTCയുടെ ഉല്ലാസയാത്ര ബസ്സുണ്ട്, എല്ലാ ശനി ഞായറും അതുമുണ്ട്, അതിനും വരാം നിങ്ങൾക്ക്. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും കൂടെ കാണുമല്ലോ അല്ലേ, കൂടെ കാണണേ.